നമുക്ക് പോകാം ആദ്യം തന്നെ പോരാട്ടം മുറുകുന്ന നിലമ്പൂരിലേക്ക്. നിലമ്പൂരിലെ UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതിലാണ് ഇപ്പോൾ രാഷ്ട്രീയ വിവാദം മുറുകുന്നത്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDFൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അസാന്നിധ്യം ചർച്ചയാകുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായ K സുധാകരനും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. വിവാദങ്ങൾക്കിടെ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ആര്യാടൻ ചൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്യും. CV അനുമോദാണ് നിലമ്പൂരിൽ നിന്ന് ആദ്യം നമുക്കൊപ്പം ചേരുന്നത്. അനുമോദ, വെരി ഗുഡ് മോർണിംഗ്. അനുമോദ്, നമുക്കറിയാം ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്നതിനും അപ്പുറം രസമുള്ളതാണ് നിലമ്പൂരിലെ രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായത് ഇപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരക്കാണ് എന്നുള്ള വിശദീകരണമുണ്ട്. തിരക്കാണോ ചുരുക്കാണോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ വിവാദങ്ങൾക്കൊക്കെ ഇന്നൊരു പരിസമാപ്തി ഉണ്ടാക്കാൻ UDFന് കഴിയും. അതിനുള്ള ഒരു നീക്കത്തിലേക്കൊക്കെ കടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ ഒരു നിലമ്പൂരിലെ ചർച്ചാ വിഷയം ഇത് തന്നെ ആയിരിക്കുമോ? ഈ വിവാദം തന്നെ ആയിരിക്കുമോ? ഒപ്പം അൻവർ മാധ്യമങ്ങളെ കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രി LDF കൺവെൻഷനിൽ അൻവറിന് നേരെ നടത്തിയ കടന്നാക്രമണത്തിനൊരു മറുപടി എന്ന തരത്തിലാണോ അൻവറിന്റെ ഇന്നത്തെ പ്രസ് മീറ്റ് ആലോചിക്കുന്നത്? അൻവർ, ഗുഡ് മോർണിംഗ് ആര്യ. നിലമ്പൂരിൽ ഓരോ ദിവസവും ട്വിസ്റ്റുകൾ നിറയുന്ന സാഹചര്യം. UDFിൻ്റെ കൺവെൻഷൻ ജനസമ്പർക്കം, അതായത് അത്രയും അധികം ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ആളുകൾ ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യം UDFന് നൽകുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം പാണക്കാട് കുടുംബാംഗങ്ങളുടെ അഭാവമാണ് ഈ ഒരു കൺവെൻഷനെ ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ വിവാദത്തിലേക്ക് നയിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലീഗ് ഇതിന് വിശദീകരണം നൽകി കഴിഞ്ഞിട്ടുണ്ട്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് നേതാക്കളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട യാത്രകളിലും മറ്റുമൊക്കെയാണ് എന്നാണ് പറയുന്നത്. മുനവർ അലി ശിഹാബ് തങ്ങൾ ദുബായിലാണുള്ളത്. അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ലീഗിൻ്റെ ജില്ലാ അധ്യക്ഷനായ അബ്ബാസ് അലി തങ്ങളാണ് പിന്നെ ഉള്ളത്. അദ്ദേഹം ഒഴിവാക്കാൻ കഴിയാത്ത തിരക്കിലായിരുന്നു എന്നൊരു വിശദീകരണമാണ് ലീഗ് നേതാക്കൾ ഇന്നലെ നൽകിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ആ വിവാദങ്ങളൊക്കെ വലിയ ചർച്ചയായതോടെ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് രാവിലെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ വാഹന പഞ്ചായത്ത് പ്രചരണം പോത്തുകല്ലിൽ വെച്ച് ഉദ്ഘാടനം ചെയ്തത്. അതോടെ ഈ വിവാദങ്ങൾക്കെല്ലാം അവസാനമാകുമെന്നാണ് ലീഗ് കരുതുന്നത്. പക്ഷേ ഇതിനോടൊപ്പം തന്നെ അത് ഇടതുപക്ഷ കേന്ദ്രങ്ങളൊക്കെ ഈ ഒരു വാർത്ത ഏറ്റുപിടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു സ്വാരസ്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ലീഗിൻ്റെ വാക്കുകൾ UDF ചെവിക്കൊള്ളാത്തതിലുള്ള പ്രതിഷേധം അത്തരത്തിലുണ്ട് എന്ന തരത്തിലാണ് പ്രചാരണം. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു പാണക്കാട് കുടുംബത്തിലെ അംഗങ്ങളുടെ അഭാവം ഈ കൺവെൻഷനിൽ ഉണ്ടായി എന്നുള്ളത് മറ്റൊരു വിവാദങ്ങൾക്ക് ശക്തി കൂട്ടുന്നു. എന്താണെങ്കിലും UDFന് ഓരോ ദിവസവും പല പല വിവാദങ്ങൾക്ക് മറുപടി പറയേണ്ട തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ പ്രചാരണത്തിൽ ഇറങ്ങാൻ കഴിഞ്ഞെങ്കിൽ പോലും അതിൻ്റെ മേൽക്കൈ ഈ വിവാദങ്ങൾക്ക് പിന്നാലെ നടന്ന് നഷ്ടപ്പെടുത്തിയ ഒരു സാഹചര്യം ലീഗിനുണ്ട്. മറുവശത്ത് LDFനാവട്ടെ തുടക്കം മുതൽ വലിയ വിവാദങ്ങളില്ലാതെ വളരെ വേഗത്തിൽ പ്രചാരണം നടത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ആശ്വാസം. അതോടൊപ്പം PV അൻവറിൻ്റെ സ്ഥാനത്ത് ഇതും കൂടി വന്നതോടെ അൻവർ നേടുന്ന വോട്ടുകൾ UDFന് ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തൽ LDFന് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ച് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പ്രചാരണത്തിൽ സജീവമാകാൻ ഇനിയെങ്കിലും സാധിക്കണം എന്നൊരു ഉദ്ദേശത്തോടെയാണ് ഇപ്പോഴത്തെ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ 8:30 പോത്തുകല്ലിൽ വെച്ച് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നു. ഒരുപക്ഷെ ഈ വിവാദങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം അവിടെ നൽകും. അതോടെ ആ വിവാദങ്ങൾ അവസാനിക്കുമെന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. പക്ഷേ LDF ഓരോ ദിവസവും UDFനെതിരെ ഓരോ വിഷയങ്ങൾ ആയുധമാക്കുമ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ LDF ഉയർത്തിക്കൊണ്ടുവന്ന് സജീവ ചർച്ചാ വിഷയമാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ PV അൻവറിൻ്റെ സാന്നിധ്യം. PV അൻവർ ഇന്ന് മുഖ്യമന്ത്രിക്കെതിരെയുള്ള മറുപടികൾ നിലമ്പൂരിൽ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ എവിടെ വെച്ച് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും രാവിലെയും അൻവറിൻ്റെ ഓഫീസിൽ നിന്നും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. നിലമ്പൂരിലായിരിക്കും, സമയം അറിയിക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് കൂടിക്കാഴ്ചകളോ സന്ദർശനങ്ങളോ ഉണ്ടോ എന്ന കാര്യത്തിലും അൻവറിൻ്റെ പര്യടന കാര്യത്തിലും ഒരു വ്യക്തമായ ചിത്രം ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിൻ്റെ പര്യടനം ഇന്ന് ആരംഭിക്കും. അദ്ദേഹം കോവിലകത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രചരണം ആരംഭിക്കുന്നത്. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹവും പര്യടനത്തിന് ഇറങ്ങുന്നതോടെ ചതുഷ്കോണ മത്സരം നിലമ്പൂരിൽ ചൂടുപിടിക്കുകയാണ്. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നത് PV അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നെല്ലാം
കാര്യങ്ങൾ മുഖ്യമന്ത്രിക്ക് മറുപടിയായിട്ട് അദ്ദേഹം നൽകുമെന്നുള്ളതും, അതുപോലെ ഇന്നലെ ഉയർന്ന പാണക്കാട് തങ്ങന്മാരുടെ അഭാവത്തിൽ എന്തെല്ലാം രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുമെന്നുള്ളതുമാണ്. ആര്യ, അനുമോദ്, നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ആയിരിക്കാം വരുന്ന ദിവസങ്ങളിലും കൂടുതലായി ചർച്ച ചെയ്യുക. ഇപ്പോൾ അൻവർ പറയുന്ന വിമർശനങ്ങൾക്കും ആരോപണങ്ങൾക്കുമൊക്കെ മറുപടി പറയാൻ തന്നെ UDF-നും LDF-നും ഒരുപാട് സമയം മാറ്റിവെക്കേണ്ടി വരും. ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, പിണറായിസത്തിനെതിരെ, മരുമോനിസത്തിനെതിരെ, സതീശനിസത്തിനെതിരെ, അങ്ങനെ ഒരുപാട് വിമർശനങ്ങളും ആരോപണങ്ങളുടെയും ഒക്കെ ഒരു കെട്ടഴിക്കുകയാണ് ഓരോ ദിവസവും അൻവർ പറയുന്നത്. ഈ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമല്ല, ഇനി തൻ്റെ പക്കൽ ഒരുപാട് തെളിവുകൾ കൂടിയുണ്ട്. അത് അങ്ങാടിയിൽ TV വെച്ച് ജനങ്ങളെ മുഴുവൻ കാണിക്കുമെന്നുള്ളതാണ്. ഇത് വെറും ഭീഷണി മാത്രമായിട്ടാണോ, അതോ അത്തരത്തിൽ ശക്തമായി തന്നെ ആഞ്ഞടിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണോ അൻവർ? എന്താണ് നമുക്ക് അൻവർ സർക്കിളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം? അൻവറിനെ സംബന്ധിച്ച് ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. ഇടതുപക്ഷത്തിനെതിരായി പ്രതിഷേധമുയർത്തി, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തി അദ്ദേഹം LDF-ൽ നിന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ UDF-നൊപ്പം ചേരാൻ കഴിയുമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ട് ഇനിയുള്ള കാലം UDF-നൊപ്പം ചേർന്ന് തൻ്റെ യാത്ര തുടരാം എന്നൊരു പ്രതീക്ഷയിലാണ് അദ്ദേഹം അത്തരത്തിലുള്ളൊക്കെ നീക്കുപോക്കുകൾ നടപടികളൊക്കെ നടത്തിയത്. പക്ഷേ ഏറ്റവും നിർണായക സമയത്ത് ഈ ഒരു തെരഞ്ഞെടുപ്പിന് തന്നെ കാരണഭൂതനായ PV അൻവർ UDF-നൊപ്പമില്ലാതെ വീണ്ടും ഒറ്റയ്ക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. അൻവറിനെ സംബന്ധിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരമാവധി വോട്ട് നേടി തൻ്റെ കരുത്ത് തെളിയിച്ച് UDF-നെ സമ്മർദ്ദത്തിലാക്കാതെ അവർക്കൊപ്പം ചേരുകയാണ് ലക്ഷ്യം. അതിനു വേണമെങ്കിൽ അൻവർ ഇവിടെ നല്ല രീതിയിൽ വോട്ട് പിടിക്കുകയും വേണം, ആരുടെ ഷോക്ക് തോൽക്കുകയും വേണം എന്ന് അൻവറിനറിയാം. അതുകൊണ്ട് തന്നെ അൻവർ എല്ലാ തരത്തിലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സമ്മർദ്ദങ്ങൾ ചെലുത്തും. നേരത്തെ ഇന്നലെ രാവിലെ അദ്ദേഹം നടത്തിയതുപോലെ മുന്നറിയിപ്പുകളും ഭീഷണി സ്വഭാവത്തിലുള്ള കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കും. ഇന്ന് അദ്ദേഹത്തിൻ്റെ ആവശ്യം തെളിവുകളുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചാൽ ഇതുപോലെ LDF-ൻ്റെയും UDF-ൻ്റെയും നേതാക്കളുടെ പല രഹസ്യങ്ങളും പുറത്തു പറയുമെന്ന് അൻവർ പറയുന്നുണ്ട്. ഇതൊക്കെ അൻവർ ആയതുകൊണ്ട് എത്രമാത്രം ഇത് നടത്തുമെന്ന് പറയാൻ കഴിയുകയില്ല, എത്ര നടത്തില്ല എന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയും അപ്രതീക്ഷിതമാണ് അൻവറിൻ്റെ പല നീക്കങ്ങളും പല രീതികളും. അതുകൊണ്ട് തന്നെ നിലമ്പൂരിലെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എല്ലാ സാഹചര്യങ്ങളിലും അൻവർ തന്നെയാണ്. കാരണം അൻവർ പറയുന്നതിന് മറുപടി പറയുവാൻ ഇരു മുന്നണികളും ബാധ്യസ്ഥമാവുന്ന സാഹചര്യം. അൻവർ നടത്തുന്ന നീക്കങ്ങൾ അത് ഓരോ ഘട്ടത്തിലും ഏത് മുന്നണിക്കാണ് പ്രതിസന്ധി ഉണ്ടാക്കുക എന്ന് പറയാനാകില്ല. കാരണം 8 വർഷം MLA ആയ വ്യക്തി